ഹലോ ടീം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സ്ലാഷ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡാറ്റയും കിട്ടുന്ന ഒരു API നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത്, നമുക്ക് സ്ലാഷ് പ്രോഡക്റ്റ് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റിന് ഒരു ID തരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ്, ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ കൊടുത്തതാണ് കംപ്ലീറ്റ് പ്രോഡക്റ്റിന് ഒരു അരയാണ് റിട്ടേൺ ചെയ്തത്. അങ്ങനെ അര റിട്ടേൺ ചെയ്യുന്നതിന് പകരം എനിക്കിവിടെ സ്ലാഷ് പ്രോഡക്റ്റ് സ്ലാഷ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടണം. അങ്ങനത്തെ ഒരു API എൻഡ് പോയിന്റ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 404 ആണ്. കാരണം നമ്മൾ അതിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷനെ റൗട്ട് ഹാൻഡ്ലറും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഡെഫ് ഗെറ്റ് പ്രോഡക്റ്റ് ബൈ ID എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എനിക്ക് വേണ്ടത് പ്രോഡക്റ്റിൻ്റെ ID ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ID കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് റിക്വസ്റ്റിൽ ഇങ്ങനെ ഇവിടെ 1 ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന ID-നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻക്ക് പാരാമീറ്റർ ആക്കിയിട്ട് എങ്ങനെ കിട്ടുക? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാസ്കിൻ്റെ റൗട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് വേണ്ടത് പ്രോഡക്ട്സ് സ്ലാഷ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്ക് അവിടെ പ്രോഡക്റ്റ് ID റിസീവ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള പാരാമീറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡാറ്റ ടൈപ്പ്, പിന്നെ നമുക്കിവിടെ ഞാൻ ഒരു നെയിം കൊടുക്കുക. അതേ നമ്മൾ ഇവിടെ എന്താണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത് അതേ നെയിം തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. വേറെ സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം അവർ അതേ നെയിമിൽക്കാണ് അവർ അതിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്യുക. നമുക്ക് മൾട്ടിപ്പിൾ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ലാഷ് എന്നിട്ട് വേറൊരു വാല്യൂ കൊടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ നമുക്ക് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ നെയിം എന്നുള്ളത് ക്രിറ്റിക്കലാണ്. ആ നെയിമിൽക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂവിന് അവർ ഈ ഒരു വേരിയബിൾക്കാണ് നമുക്ക് അസൈൻ ചെയ്ത് തരാം. ഇത് രണ്ടും നെയിം ഇവിടെ മാച്ച് ആയിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ മെത്തേഡ്സ് ഈക്വൽ ടു ഗെറ്റ് എന്നുള്ളത് ഞാൻ കൊടുക്കണം. ഓക്കെ, ഇത്രയും നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷനായി. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷനുള്ളിൽ നമുക്ക് അതിൻ്റെ കോഡ് എഴുതണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ലോഡ് പ്രോഡക്റ്റിന് വേണ്ടി നമുക്ക് നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ പ്രോഡക്ട്സ് ഈക്വൽ ടു ലോഡ് പ്രോഡക്ട്സ് ഡാറ്റ എന്ന് പറയുന്നതിനെ ഞാൻ വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ JSON ഫയലിൽ നിന്നുള്ള കണ്ടൻറ്റിനെ നമുക്ക് ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന വേരിയബിൾ കിട്ടി. ഇനി എനിക്ക് വേണ്ട എന്താണ്, അതിലൂടെ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ID വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിലൂടെ ലൂപ്പ് ചെയ്യണം, ഓരോന്നായിട്ട് ലൂപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫോർ P ഇൻ പ്രോഡക്ട്സ് എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ഫോർ ലൂപ്പ് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് P ഓഫ് ID പ്രോഡക്റ്റിൻ്റെ ഈ നമ്മുടെ അരയിലുള്ള പ്രോഡക്റ്റിൻ്റെ ID ഈക്വൽ ടു നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ID രണ്ടും കൂടെ മാച്ചിങ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ പ്രോഡക്റ്റിനെ റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിലോ നമുക്ക് 404 എന്നുള്ളത് റിട്ടേൺ ചെയ്യണം, അല്ലേ? അതിന് വേണ്ടി ഞാനിവിടെ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. പ്രോഡക്റ്റ് ഈക്വൽ ടു, ബൈ ഡീഫോൾട്ട് അതിൻ്റെ വാല്യൂ നൺ എന്നുള്ളത് കൊടുക്കണം. നള്ള് കൊടുക്കുന്ന പോലെ തന്നെ നണ്ണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ നൺ എന്നുള്ള വാല്യൂ കൊടുത്തു. എന്നുവെച്ചാൽ അതിൽ ബൈ ഡീഫോൾട്ട് വാല്യൂ ഒന്നുമില്ല. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ID ഈക്വൽ ടു പ്രോഡക്റ്റ് ID ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ഈക്വൽ ടു P എന്നുള്ളത് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്റ്റഡ് പ്രോഡക്റ്റ്, ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്തു. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പൈത്തണിൽ പഠിച്ചിട്ടുള്ള ഫോർ ലൂപ്പും ഇഫ് കണ്ടീഷനുള്ള നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമുക്കിവിടെ നമ്മൾ വിചാരിക്കുന്ന പ്രോഡക്റ്റ് ID വെച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രേക്ക് കൊടുക്കാൻ പറ്റും. ആ ലൂപ്പിന് ബ്രേക്ക് ചെയ്യാം, വെറുതെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ ആ ID വെച്ചിട്ട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. ഇനി എനിക്ക് ചെയ്യേണ്ട എന്താണ്, അതിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ JSON ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യണം. ഇല്ലെങ്കിൽ 404 റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റിട്ടേൺ JSONify ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. പക്ഷേ അതിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ നണ്ണായിരിക്കും. അപ്പോൾ നണ്ണാണെങ്കിലോ, നണ്ണാണെങ്കിൽ നമുക്ക് 404 റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഷോർട്ട് ഹാൻഡ് സിൻടാക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇഫ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ JSONify ഓഫ് പ്രോഡക്റ്റ്, എൽസ് ആണെങ്കിലോ നമുക്ക് ഇവിടെ 404 നമ്മളൊരു എറർ മെസ്സേജ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് 404 മെസ്സേജും കൊടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇവിടെ ഞാൻ പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഞാൻ കൊടുത്തു. 404 എന്ന് പറയുന്ന സ്റ്റാറ്റസ് കോഡുമാണ്. ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ദിസ് ഈഫ് പ്രോഡക്റ്റ് നണ്ണല്ലെങ്കിൽ ഈ ഒരു കോഡ് വർക്കാവും, എൽസ് ഈ കോഡ് വർക്കാവും. ഇതിലേതെങ്കിലും ഒന്നാണ് ഫ്രണ്ട് എൻഡിലേക്ക് റിട്ടേൺ പോകാം. അപ്പോൾ നമ്മുടെ ഗെറ്റ് പ്രോഡക്റ്റ് ബൈ ID എന്നുള്ളത് റെഡിയായി. നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ product/1 എന്നുള്ളത് ഞാൻ ഹിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ 1 വെച്ചിട്ടുള്ള റെക്കോർഡ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാനിവിടെ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വെച്ചിട്ടുള്ള റെക്കോർഡ് കിട്ടുന്നുണ്ട്. 3 കൊടുക്കുകയാണെങ്കിൽ 3 വെച്ചിട്ടുള്ള റെക്കോർഡ് കിട്ടുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 300 കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ID വെച്ചിട്ടുള്ള റെക്കോർഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പ്രോഡക്റ്റ് നോട്ട് ഫൗണ്ട് എറർ സ്റ്റാറ്റസ് കോഡ് 404 വെച്ചുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് സിംഗിൾ പ്രോഡക്റ്റിനെ കിട്ടാനുള്ള API നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ നോക്കിയതിനേക്കാളും ആകെ ഡിഫറൻസ് ഉള്ളത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പൊസിഷനിൽ നമ്മൾ ഇതേപോലെ നമുക്ക് ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പിളിൻ്റെ അടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡാറ്റ ടൈപ്പ് കൊടുക്കുക, എന്നിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക. അതേ വേരിയബിൾ നെയിം തന്നെ ഇവിടെ ഉപയോഗിക്കണം. മറ്റുള്ളത് ബേസിക് ആയിട്ടുള്ള ലോജിക്കാണ്. നമ്മൾ ലോഡ് ചെയ്ത ഡാറ്റ ലൂപ്പ് ചെയ്തെടുത്തു, അത് കണ്ടീഷൻ മാച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾക്ക് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുന്നു. ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ JSONify ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ 404 റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ.